السلام عليكم ورحمة الله. الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അയൽപക്ക ബന്ധങ്ങൾക്കിടയിൽ, സൗഹൃദ വലയങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങൾ, അതിലേറ്റവും കൂടുതൽ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങൾ. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പിണക്കങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. പക്ഷെ അതൊക്കെ നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യണം, മാറണം. നിമിഷ നേരങ്ങൾക്കുള്ള പിണക്കങ്ങളാണ് നമ്മളെ ജീവിതത്തിലൊക്കെ വേണ്ടത്. അത് കുടുംബജീവിതത്തിന്റെ ഒരു രസമാണ്. ചെറിയ ചെറിയ പിണക്കങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും എന്തോ ഒരു വിഷയത്തിൽ പരസ്പരം പിണക്കത്തിലായപ്പോൾ മധ്യസ്ഥയായിട്ട് കടന്നു വന്നത് മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്ത് അള്ളാന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ ബീവിയെ, ആദ്യം പരാതി ഞാൻ പറയണോ നിങ്ങൾ പറയണോ? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുത്തുനബിയെ അങ്ങ് പറഞ്ഞോളൂ, പക്ഷെ കള്ളത്തരം എന്റെ വാപ്പാന്റെ അടുക്കൽ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കി. അബൂബക്കർ തങ്ങൾ നേരെ വന്നിട്ട് ആയിഷ ബീവിയുടെ മുഖത്തേക്ക് ഒരു അടി അങ്ങ് കൊടുത്തു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബാകുന്ന റസൂലുള്ളാന്റെ മനസ്സങ്ങ് വേദനിച്ചു പോയി. റസൂലുള്ള ഉടനെ തന്നെ അബൂബക്കർ തങ്ങളെ നേരെ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, മധ്യസ്ഥ പറയാൻ വന്ന മധ്യസ്ഥ പറയണം. എന്റെ ഭാര്യയെ അടിക്കാൻ നിങ്ങൾക്കാരാ അവകാശം തന്നത്? ഇത് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വളരെ സങ്കടപ്പെട്ട് തകർന്നു പോയി നിൽക്കുന്ന ആ ഒരു സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തേക്ക് മുത്തുനബി നോക്കിയപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ ചിരിച്ചു. വല്ലാത്ത സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നു. ഏതൊരു ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള ജീവിതം. അത് ഒരു നീണ്ട പ്രയാസങ്ങളില്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ ഭാര്യയും മക്കളും കുടുംബവും മൊത്ത് പ്രശ്നങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ റാഹത്തായിട്ട് പോവുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. എൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരുപാട് ആളുകൾ, ഫോണിൽ വിളിച്ചിട്ട് പറയുന്ന ഒരുപാട് ആളുകൾ, ഉസ്താദ്, ഭർത്താവ് കല്യാണം കഴിഞ്ഞ് 3 കൊല്ലത്തോളം നല്ല സ്നേഹമായിരുന്നു, നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഭർത്താവിനിപ്പോ വേറെ ബന്ധങ്ങളുണ്ട് ഉസ്താദ്, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എനിക്കത് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. കാരണം അത്രത്തോളം ഞങ്ങളെ ജീവിതം ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആയി പോയതാണ് ഉസ്താദ്, ഇപ്പോൾ ഞങ്ങളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ നിസ്സാര വിഷയങ്ങളിൽ ഭാര്യ ഭർത്താവ് പിണങ്ങി നിൽക്കുക, അയൽവാസികൾ, ഒരു കുടുംബം അയൽവാസികളും തമ്മിൽ പിണക്കങ്ങൾ, സൗഹൃദ വലയങ്ങളിലെ പിണക്കങ്ങൾ, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിലാകും ഈ പിണക്കങ്ങൾ. 4 പേരൊന്ന് ഇരുന്ന് ഒന്ന് കൂടി സംസാരിച്ചാൽ തീരേണ്ടുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അത് പല കാരണത്താൽ അത് നമ്മളിൽ പലരും ഊതി പെരിപ്പിച്ച് അതൊരു വലിയ വിഷയമാക്കി അതിൻ്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, എന്നും കഷ്ടപ്പാടും കണ്ണീരുമായി കഴിയുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, പ്രിയപ്പെട്ടവരെ. പലരും വിളിക്കുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണത് കേൾക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഇതിനെന്താണ് ഒരു പരിഹാരം? പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താവ് അവര് ഇണക്കത്തിലാകാൻ, സ്നേഹത്തിലാകാൻ, സന്തോഷത്തിലാകാൻ, ജീവിതം കളർഫുൾ ആകാൻ, ഹാപ്പിനെസ് ആകാൻ, ഇസ്ലാമിക ചിട്ടയോടുകൂടെ, ഇസ്ലാമിന്റെ ചിട്ടയിലുള്ളതായ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവർക്ക് ഞാനൊരു 2 അമല് ഞാൻ പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ. അത് നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു
അള്ളാഹുവിന്റെ ഇസ്മുകളാകുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ദിക്റാണ്, അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് പ്രിയപ്പെട്ടവരെ. യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്. നിങ്ങൾ 101 തവണ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചൊല്ലിയാൽ, 101 തവണ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ തുടങ്ങണം. യാ മുഖദ്ദിമു യാ അല്ലാഹ്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും, ഇണക്കങ്ങളും പിണക്കങ്ങളും മാറിപ്പോകും. ഭർത്താവ് ഗൾഫിലാകട്ടെ എവിടെയുമാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അയൽപക്ക ബന്ധങ്ങൾ പിണങ്ങി നിൽക്കുന്നത് അതൊക്കെ റാഹത്തിലാകും പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ മറ്റൊരു ദിക്ർ, ഇത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഏതാ ദിക്ർ? ഏത് ദിക്റാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അലീം. ജീവിതത്തിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളിൽ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കിയാൽ അൽഹംദുലില്ലാഹ് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മഹാനാകുന്ന തഴവ ഉസ്താദ് ഈ ദിക്റിനെ പറ്റി അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിൽ കുറിച്ചത്, ചൊല്ലു ലാ ഹൗല ജീവിതമെപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ എന്നാണ് മഹാനാകുന്ന തഴവ ഉസ്താദ് അതേപറ്റി അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിൽ കുറിച്ചത്. അള്ളാഹു ആ മഹാന്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ധാരാളം ആളുകൾ ഒരുപാട് സിഹർ സംബന്ധമായ കേസുകൾ, എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ കണ്ണേറ് സംബന്ധമായ കേസുകൾ, പല വിഷമങ്ങൾ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ അടുക്കലേക്ക് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു പടച്ച തമ്പുരാൻ അവരുടെയൊക്കെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. എന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അൽഹംദുലില്ലാ അത് അവർ ആ ചിട്ടയോടുകൂടെ അങ്ങ് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ മജ്‌ലിസിലുള്ള ഉമ്മമാര് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട്, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമ്പോൾ നിങ്ങളെ ദുആ അള്ളാഹു സ്വീകരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാകുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പിണക്കങ്ങളും രസങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിനു പുറമെ ഒന്നെന്നായിട്ട് നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവർ അതിനൊക്കെ പരിഹാരമുണ്ട്, അതിനെല്ലാറ്റിനും പരിഹാരമുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, ഉസ്താദ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എരമംഗലത്ത് നിന്ന് ഒരു കുടുംബം വിളിച്ചിട്ട് എന്നോട് പറയാണ്, ഉസ്താദ് ഞങ്ങൾ ചെറിയൊരു പ്രയാസത്തിലാണ്. അപ്പം എന്തെന്ന് ചോദിച്ചു. അപ്പം അവർ പറയാണ്, വീട്ടിലേക്ക് വഴിയില്ല, ഒരു ഇടയാണ്, അയൽവാസികളൊന്ന് സ്ഥലം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് ഉസ്താദ്, സ്ഥലം തന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഞങ്ങൾക്കത് വലിയ സന്തോഷമാകുന്നു. അങ്ങനെ അവർ ഇവിടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു ദിവസം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് അൽഹംദുലില്ലാ ആ കാര്യം സലാമത്തായിട്ടുണ്ട്, ആ കാര്യം സലാമത്തായിട്ടുണ്ട് കേട്ടോ ഉസ്താദ്, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട യതീം മക്കളുണ്ടാകും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണങ്ങൾ കൊടുക്കുമെന്നും പറഞ്ഞു. അൽഹംദുലില്ലാ അതൊരു സന്തോഷമായൊരു നിമിഷമായിരുന്നു. അപ്പം അങ്ങനെ പ്രയാസങ്ങളില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയും, നിങ്ങൾക്ക് എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും, മാനസികമായി ശാരീരികമായി പൈശാചികമായിട്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിളിക്കാം. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. റാഹത്തോടുകൂടി ഇസ്ലാമിൻ്റെ ചിട്ടയിലായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉൾപ്പെടുത്താം. രാത്രി എല്ലാ ദിവസവും 9 മണിക്ക് തുടങ്ങുന്ന നമ്മളെ പ്രോഗ്രാം ഇഷ്ഖ് ജമറുല്ലൈൽ മജ്ലിസ്, ആ മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മുടെ
ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ. ഒരുപാട് ആളുകൾ കമന്റുകളിലായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറയാറുണ്ട്. അതിന് കമന്റുകളൊക്കെ ഞാൻ വായിക്കാറുമുണ്ട്. അള്ളാഹു പടച്ച തമ്പുരാൻ നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നല്ല റാഹത്തായിട്ട് ഷഹാദത്തിന്റെ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് മുത്ത് നബിയെ കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.